നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. കോട്ടയം ഈരാറ്റുപേട്ടയിൽ ദമ്പതികളെ മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തി. ഇരുവരുടെയും ശരീരത്ത് സിറിഞ്ചുകൾ കുത്തിവെച്ച നിലയിലായിരുന്നു. ബംഗളൂരുവിൽ മാലിന്യ ട്രക്കിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. മതപരിവർത്തനത്തിനായി 15-കാരിയെ കേരളത്തിലേക്ക് കടത്തിയ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തെ പിന്തുടർന്ന 5-അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം ഈരാറ്റുപേട്ടയിൽ ദമ്പതികളെ മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തി. ഇരുവരുടെയും ശരീരത്ത് സിറിഞ്ചുകൾ കുത്തിവെച്ച നിലയിലായിരുന്നു. നഴ്സിംഗ് സൂപ്രണ്ട് രശ്മിയും ഭർത്താവുമാണ് മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു രശ്മി. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ഈരാറ്റുപേട്ട പനക്കപ്പാലത്ത് നഴ്സിംഗ് സൂപ്രണ്ടിനെയും ഭർത്താവിനെയും വാടക വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. രാമപുരം കൂടപ്പാലം രാധാഭവനിൽ വിഷ്ണു, ഭാര്യ രശ്മി എന്നിവരാണ് മരിച്ചത്. 6 മാസമായി ഇരുവരും ഈ വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. രശ്മി ഈരാറ്റുപേട്ട സൺറൈസ് ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ടാണ്. ഭർത്താവ് വിഷ്ണു കരാർ പണികൾ എടുത്ത് നടത്തുന്ന വ്യക്തിയാണ്. രാവിലെ വിഷ്ണുവിന്റെ അമ്മ വിളിച്ചപ്പോൾ കിട്ടാതിരുന്നതിനെ തുടർന്ന് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത്. അമ്മ എത്തുമ്പോൾ വീട് തുറന്നു കിടന്നു. എന്നാൽ കിടപ്പുമുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ശരീരത്തിൽ മരുന്ന് കുത്തിവെച്ച് ഇരുവരും ജീവൻ ഒടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം. ഇവരുടെ ശരീരത്തിൽ നിന്ന് സിറിഞ്ചുകൾ കുത്തിവെച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈരാറ്റുപേട്ട പോലീസ് സ്ഥലത്തെത്തി നടപടികൾ തുടങ്ങി. വിസ്മയ ന്യൂസ്, കോട്ടയം. ബംഗളൂരുവിൽ മാലിന്യ ട്രക്കിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. കൈകാലുകൾ ബന്ധിച്ച നിലയിലായിരുന്നു. കാലുകൾ കഴുത്തിനോട് ചേർത്ത് ബന്ധിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകി. രാത്രി 12:30യോടുകൂടിയാണ് യുവതിയുടെ മൃതദേഹം ട്രക്കിനുള്ളിൽ തള്ളിയതെന്നാണ് നിഗമനം. പോലീസ് അന്വേഷണം തുടങ്ങി. ബംഗളൂരുവിൽ മാലിന്യ ട്രക്കിനുള്ളിൽ യുവതിയുടെ അഴുകിയ മൃതദേഹം കണ്ടെത്തി. മാലിന്യം നിറച്ച ചാക്കിനുള്ളിൽ കാലുകൾ കഴുത്തിൽ കെട്ടിയ നിലയിലായിരുന്നു ഡെഡ് ബോഡി. 25-നും 30-നും മധ്യേ പ്രായം തോന്നിക്കുന്ന യുവതിയുടേതാണ് മൃതദേഹമെന്ന് പോലീസ് പറഞ്ഞു. ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ചന്ദമനക്കര സ്കേറ്റിംഗ് ഗ്രൗണ്ടിന് സമീപം ബൃഹത് ബംഗളൂരു എന്ന മഹാനഗരപാലികയ്ക്കടുത്ത് നിർത്തിയിട്ട മാലിന്യ ട്രക്കിന്റെ പിൻഭാഗത്താണ് മൃതദേഹം കണ്ടെത്തിയത്. മാലിന്യം നിക്ഷേപിക്കാനെത്തിയ ബംഗളൂരു സിവിക് ജീവനക്കാരനാണ് മൃതശരീരം ആദ്യം കണ്ടത്. ഇതിനെ തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. മൃതദേഹം ഉപേക്ഷിക്കാൻ പുലർച്ചെ 12:30-നും 12:40-നും ഇടയിലാണ് പ്രതികൾ ട്രക്കിനടുത്ത് എത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു. കൊലപാതകത്തിന് മുമ്പ് സ്ത്രീ ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ഒരു സ്വകാര്യ കമ്പനിയുടെ ടീഷർട്ടും പാന്റുമാണ് സ്ത്രീ ധരിച്ചിരുന്നത്. അടിവസ്ത്രങ്ങൾ ധരിച്ചിരുന്നില്ല. മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വാർന്ന് ഒഴുകുന്നുണ്ടായിരുന്നു. നിരവധി മുറിവുകളും മൃതദേഹത്തിൽ കണ്ടെത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്. മതപരിവർത്തനത്തിനായി 15-കാരിയെ കേരളത്തിലേക്ക് കടത്തിയ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. UP പോലീസാണ് യുവതി ഉൾപ്പെട്ട സംഘത്തെ അറസ്റ്റ് ചെയ്തത്. ദളിത് പെൺകുട്ടിയെയാണ് ഇവർ കേരളത്തിലേക്ക് കടത്തിയതെന്നാണ് കണ്ടെത്തൽ. ദളിത് കുടുംബങ്ങളിലെ ദരിദ്ര പെൺകുട്ടികളെ വശീകരിച്ച് മതപരിവർത്തനത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുപോയ കേസിൽ ഉൾപ്പെട്ട യുവതി ഉൾപ്പെടെ 2 പേരെ ഉത്തർപ്രദേശിൽ ഫൽപൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ലിൽഹട്ട് ഗ്രാമത്തിലെ താമസക്കാരായ കഹ്കാഷ ബാനോ, മുഹമ്മദ് കൈഫ് എന്നിവരാണ് പിടിയിലായത്. ജൂൺ 28-ന് ലിൽഹട്ട് ഗ്രാമത്തിലെ ഗുഡി ദേവി എന്ന സ്ത്രീ ഫൽപൂർ പോലീസിനെ സമീപിച്ചതോടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞത്. മെയ് 8-ന് കഹ്കാഷ ബനോയും മറ്റൊരാളും 15 വയസ്സുള്ള തന്റെ മകളെ പണം നൽകി വശീകരിച്ച് മതപരിവർത്തനത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് കേസ്. പരാതി ലഭിച്ചപ്പോൾ ഫൽപൂർ ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തി. കഹ്കാഷ ബാനോ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ മതപരിവർത്തനത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുപോയിരുന്നുവെന്ന് തെളിഞ്ഞു. ഗംഗാനഗർ DCP കുൽദീപ് സിംഗാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തെ പിന്തുടർന്ന 5-അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ നിരപരാധികളാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പിന്നീട് വിട്ടയക്കുകയായിരുന്നു. എന്നാൽ പ്രതികളുടെ പക്കൽ നിന്നും വാക്കി ടോക്കി കണ്ടെത്തിയ സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹത്തെ പിന്തുടർന്ന 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശികളായ നസീബ്, ജ്യോതിബാസ്, മുഹമ്മദ് ഹാരിസ്, ഫൈസൽ, പാലക്കാട് സ്വദേശി അബ്ദുൽ വാഹിദ് എന്നിവരാണ് പിടിയിലായത്. ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും കണ്ണൂർ ഗസ്റ്റ് ഹൌസിലേക്ക് പോകുകയായിരുന്ന മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിൽ ഉൾപ്പെട്ട ആംബുലൻസിനെ ഇവർ പിന്തുടർന്നു. രജിസ്ട്രേഷൻ നമ്പറില്ലാത്ത വാഹനത്തിലായിരുന്നു പ്രതികളുടെ യാത്ര. കാറിൽ നിന്ന് വാക്കി ടോക്കിയും കണ്ടെടുത്തു. ചോദ്യം ചെയ്യലിൽ ഇവർ ഇലക്ട്രിക്കൽ തൊഴിലാളികളാണെന്ന് വ്യക്തമായെന്ന് പോലീസ് പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് പാലക്കാടേക്ക് പോവുകയായിരുന്നു സംഘം. കണ്ണൂർ, മലപ്പുറം, പാലക്കാട് സ്വദേശിയായ ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് കരുതൽ തടങ്കലിൽ വച്ചെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചുവെന്ന് പോലീസ് പറഞ്ഞു. വിസ്മയ ന്യൂസ്, പാലക്കാട്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.